നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവ് കൂടി. ദൃഷ്ടി എന്ന ഒരു പുതിയ ഉപഗ്രഹം കൂടി ഇപ്പോൾ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു മേഖലയിൽ ഇന്ത്യ വലിയൊരു കുതിപ്പ് തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ISROയുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ പല ഭാഗങ്ങളിൽ നിന്നും നമുക്കെതിരെയുള്ള ഭീഷണികൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സാങ്കേതികമായിട്ടും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ഈ ഒരു വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. അതും ഇവിടെയല്ല, ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് നിന്നല്ല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. കാലിഫോർണിയയിൽ നിന്ന് ഞായറാഴ്ച നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ 12:29 അതും സ്പേസ് എക്സിന്റെ, ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഈ ഒരു വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, ഈ ദൃഷ്ടി ഉപഗ്രഹം അത് എന്തൊക്കെയാണ് നമ്മുടെ ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ഇതൊരു പ്രതിരോധം നമുക്ക് ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി തീർക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്ത് നിന്ന് വിക്ഷേപണം നടത്തിയില്ല, പകരം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപണം നടത്തി. അതെ, ദൃഷ്ടിയുടെ ഒരു വിക്ഷേപണം, ദൃഷ്ടിയുടെ പ്രത്യേകതകൾ, അതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ആധിക്യം കാരണമായോ. പക്ഷേ ദൃഷ്ടിയുടെ വിക്ഷേപണം അത് ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഉപഗ്രഹ വിക്ഷേപണം സാധാരണഗതിയിൽ ഇന്ത്യയിൽ നടക്കുമ്പോൾ, ഇന്ത്യയുടെ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തുമ്പോൾ കിട്ടേണ്ട ഒരു മീഡിയ കവറേജ് അതിന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അത് കിട്ടരുത് എന്നൊരു ഉദ്ദേശം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയിട്ടുണ്ട്. അത് ദൃഷ്ടിയുടെ പ്രത്യേകതകൾ നോക്കിയാൽ ദൃഷ്ടിയുടേത് ഒരു സ്വകാര്യ സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പലരും ഇത് കവർ ചെയ്യാത്തത്. അത് ഇവരൊക്കെ ഒരുപക്ഷെ അവരുടെ ഷെഡ്യൂളൊന്നും അറിഞ്ഞുവെന്ന് വരില്ല നമ്മളാരും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. നമ്മൾ പലപ്പോഴും ചാര ഉപഗ്രഹങ്ങളൊക്കെ വിളിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ഉപഗ്രഹമാണ്. ഭൂമിയെ നിരീക്ഷിക്കുക, വിവരങ്ങൾ പരമാവധി എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ടതോടുകൂടി ദൃഷ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, ഈ ഒരു സാങ്കേതികവിദ്യ ബഹിരാകാശത്ത് ഉപയോഗിക്കുന്ന, അതായത് ദൃഷ്ടി ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ബഹിരാകാശത്ത് ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറുകയാണ്. വേറെ ഒരു രാജ്യങ്ങൾക്കും ഈ ഒരു സാങ്കേതികവിദ്യ ഇല്ല. അമേരിക്കയ്ക്കില്ല, റഷ്യയ്ക്കില്ല, ചൈനയ്ക്കില്ല. ഇവർ മൂന്നുപേരുമാണല്ലോ ഇപ്പോൾ. പിന്നീട് ജപ്പാനൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിക്ഷേപണം കഴിഞ്ഞ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത്. ഈ പറയുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി ഗാലക്സ് ഐ, ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഗാലക്സ് ഐയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം സാധാരണഗതിയിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു നമുക്കറിയാം. കാലാവസ്ഥ ഒക്കെ പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഈ കൃഷി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് അതിൻ്റെ പ്രതിരോധമാണ്. നമ്മുടെ ശത്രു രാജ്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വളരെ നല്ല മിത്രങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഈ ഭൗമ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ നീക്കം, അവരുടെ സേനാവിന്യാസം, ഇതൊക്കെ അറിയുന്നതിനാണ് നമ്മൾ ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ പ്രധാനമായി ഉപയോഗിക്കുന്നത്. ദൃഷ്ടിയുടെയും ഉപയോഗം അതുതന്നെയാണ്. പക്ഷെ അത് സ്വകാര്യ കമ്പനി നിർമ്മിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ ഇവർ നേരിടുന്നുണ്ട്. അതിലൊന്ന്, ഈ മേഘം വന്ന് മറയ്ക്കും. നമ്മൾ ഈ ഒബ്സർവ് ചെയ്യേണ്ട സ്ഥലത്ത് മേഘപാളികളുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, രാത്രിയിൽ നിരീക്ഷിക്കാൻ പറ്റില്ല. സൈനിക നീക്കങ്ങളൊക്കെ പരമാവധി നടക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് അപ്പോൾ അത് നിരീക്ഷിക്കാൻ പറ്റില്ല. ഈ രണ്ട് വെല്ലുവിളികൾ സാധാരണഗതിയിലുള്ള ഈ കൺവെൻഷനലായിട്ടുള്ള അതിനെ നമ്മൾ ഒപ്റ്റിക്കൽ ക്യാമറ എന്ന് പറയും. അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം, പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ക്യാമറ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങൾ അവർക്ക് വെല്ലുവിളിയാവും. ഇതിനെ തരണം ചെയ്യുന്ന മറ്റൊരു സാങ്കേതികവിദ്യയുണ്ട്. അതിനെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലുള്ള റഡാർ വികിരണങ്ങൾ ഭൂമിയിലേക്ക് അയക്കും. എന്നിട്ട് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ നിർമ്മിക്കും. അതാണ് ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ SIR ചെയ്യുന്നത്.
പക്ഷേ ഈ SIRകൾ അയക്കുന്ന ഇമേജ് അത് കണ്ട് മനസ്സിലാക്കാൻ വിദഗ്ധരുടെ ആവശ്യമുണ്ട്. അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് ഇതാണൊരു വെല്ലുവിളി. നേരിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമേജുകളാണ് ഈ ക്യാമറകൾ അയക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വരികയും രണ്ടിൻ്റെയും ഗുണഗണങ്ങളുള്ള ഒരു ക്യാമറ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു ഉപഗ്രഹമുണ്ട് എങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മുടെ ഗാലക്സി എന്ന സ്വകാര്യ സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനി രൂപീകരിച്ചത്. ആ സാങ്കേതിക വിദ്യയാണ് ഈ ദൃഷ്ടിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യക്ക് മാത്രമേ ഇങ്ങനെയൊരു സാങ്കേതിക വിദ്യ ഉള്ളൂ എന്ന് പറയാൻ കാരണം. ഇതാണ് ദൃഷ്ടിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സ്പേസ് എക്സ് വിക്ഷേപിച്ചത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അഭിമാന സ്പേസ് ഏജൻസിയായ ISRO അത് വിക്ഷേപിക്കാത്തത്? അതാണല്ലോ രണ്ടാമത്തെ ചോദ്യം. അതിനാണ് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് അതിനെ ലിങ്ക് ചെയ്യേണ്ടി വരുന്നപ്പോഴാണ്. ഇതിപ്പോൾ ഇതിനൊരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ കാരണങ്ങളുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളാരും സയൻറ്റിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഈ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതിന് ഈ ഒരു അർത്ഥം കൂടി എടുക്കാം. കാരണം ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട 2 പ്രതിരോധ ഉപഗ്രഹങ്ങൾ ISRO കൊണ്ടുപോയി താഴെയിട്ടു. എന്താണ് PSLV മിഷൻ 61, അതായത് 2025 മെയ്യിൽ നടന്ന വിക്ഷേപണം. ആ വിക്ഷേപണം പരാജയപ്പെടുന്നു. പിന്നെ ജാനുവരിയിൽ നടന്ന 2026 ജാനുവരിയിൽ നടന്ന ISRO മിഷൻ 62 ഇതും പരാജയമായി. ഇതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ PSLV എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വസനീയമായ റോക്കറ്റാണ്. PSLV ISROയുടെ കണ്ണുമടച്ച് വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു റോക്കറ്റാണ്. ഈ ഉപഗ്രഹങ്ങൾ എത്തേണ്ട ഭ്രമണപഥം വലിയ സങ്കീർണതകളൊന്നും ഇല്ലാത്ത ഭ്രമണപഥമാണ്. അപ്പോൾ ഒരു സാധാരണ വിക്ഷേപണം അതെന്തുകൊണ്ട് PSLV പരാജയപ്പെട്ടു? ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു, ഓക്കെ. അടുത്തടുത്ത 2 വിക്ഷേപണങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഈ 2 വിക്ഷേപണങ്ങളിലും സൈന്യത്തിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ ഉപഗ്രഹങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേതും ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ 18 ഉപഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് സൈന്യത്തിൻ്റെ അന്വേഷയായിരുന്നു. ഈ അന്വേഷ ഭ്രമണപഥത്തിൽ എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൽ വെച്ച് ഭൗമനിരീക്ഷണം നടത്തുന്ന ഏറ്റവും ശക്തിയേറിയ ഉപഗ്രഹമാകുമായിരുന്നു അത്. ഇന്ത്യക്കെന്നല്ല, ഇന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഉപഗ്രഹമാകുമായിരുന്നു അന്വേഷ എന്ന ഉപഗ്രഹം. പക്ഷെ അതും താഴെപ്പോയി. രണ്ടാമത് താഴെ പോയതിനു ശേഷം കാര്യമായ സംശയം ഉടലെടുക്കുന്നു, അട്ടിമറി സംശയം ഉണ്ടാകുന്നു, അന്വേഷണം ഉണ്ടാകുന്നു. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തിരുവനന്തപുരത്ത് അടക്കം വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് നമ്മൾ കണ്ടു. ഈ NSAയോടൊപ്പം ഒരു വിദഗ്ധ സംഘം, ഒരു വിദഗ്ധനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അവരെല്ലാം ഇവിടെ കാരണം ഇതിൻ്റെ അന്വേഷയുടെ ഈ PSLV വിക്ഷേപണം നടന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹം അത് ഫെയിലുവർ ആകുന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നടത്തിയത് തിരുവനന്തപുരത്ത് വന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന ഫെയില്യൂർ ആയിട്ടുള്ള കമ്പോണൻ്റ് ഇവിടെ ആയിരിക്കാം നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇവിടെ വന്നത്. എന്തായാലും അന്വേഷണം നടന്നു. അന്വേഷണത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ റിപ്പോർട്ടിന് ശേഷം അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ 2 മിഷൻ ഫെയില്യൂറെ കുറിച്ച് പഠിക്കാനും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകാനുമായി ISROയ്ക്ക് പുറത്തുള്ള ഒരു ഏജൻസിക്ക് കേന്ദ്ര സർക്കാർ ഈ അന്വേഷണ ചുമതല നൽകുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ISROയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മിഷൻ ഫെയിലുവർ പഠിക്കാൻ പുറത്തുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. സാധാരണഗതിയിൽ മിഷൻ ഫെയിലുവർ പഠിക്കുന്നത് ISRO തന്നെയാണ്. ISRO പഠിക്കുന്നു, ഇതാണ് കാരണമെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ആദ്യമായിട്ട് പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അത് പഠിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത കുറച്ച് കാലത്തേക്ക് ISROയുടെ എല്ലാ മിഷൻസും ഏതാണ്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് ഈ അന്വേഷണം തീരട്ടെ എന്നൊരു രീതിയിലാണ്. അട്ടിമറി ശ്രമം ഉണ്ടായെങ്കിൽ അത് എവിടെ നിന്നാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരിതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു ദുരൂഹമായ സാഹചര്യത്തിലൂടെ ഇന്ത്യയുടെ സ്പേസ് ഏജൻസി കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തന്ത്രപ്രധാനമായ ഉപഗ്രഹം അത് ISROയെ ഏൽപ്പിക്കാതെ ഫാൽക്കൺ 9 വഴി ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും ഇപ്പോഴും ISROയിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുന്നുണ്ടോ? ISROയിൽ ഇന്ത്യൻ പ്രതിരോധ സാറ്റലൈറ്റുകളെ അട്ടിമറിക്കാനുള്ള ശ്രമം ISROയ്ക്കകത്ത് ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇനി ഒരു ഭൗമനിരീക്ഷണ ഉപഗ്രഹം കൂടി വിക്ഷേപിച്ച് അത് പരാജയപ്പെട്ടാൽ
വീണ്ടും നമുക്ക് സമയമെടുക്കും. ഇതിനകത്ത് ഒരു സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഏജൻസികൾ സ്വകാര്യ ഏജൻസിയെ മറയാക്കി ഇങ്ങനെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചതാണോ എന്ന് പോലും സംശയമുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് അന്വേഷയെ പോലെ തന്നെ അന്വേഷയ്ക്ക് സമാനമായ റിസൾട്ട് തരുന്ന ഒരു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നു. അതിന് ISROയെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചില്ല, ISRO പോലും അത് അറിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴും ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയെ ചുറ്റിപ്പറ്റി ചില ദുരൂഹതകളുണ്ടോ എന്ന സംശയമാണ് അത് ഉയർത്തുന്നത്. എന്തായാലും ചേട്ടൻ പറഞ്ഞാൽ ഇത് വലിയ രീതിയിൽ ഒരു മാധ്യമങ്ങൾ അത്ര അങ്ങ് കൊടുത്തില്ല വാർത്തയായിട്ട് എന്നുള്ളത്, അത് വേറൊരു കാര്യമാണ്. അത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, ഇതൊരു സ്വകാര്യ ഏജൻസിയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഇല്ലല്ലോ. ഇന്ത്യയിൽ എല്ലാം നടത്തുന്നത് ISRO ആണല്ലോ. അപ്പോൾ സ്വകാര്യ ഏജൻസികൾ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ഉപഗ്രഹങ്ങൾ ISRO വഴി വിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ചെറിയ ചെറിയ പർപ്പസാണ്, വളരെ ചെറിയ. ഇത് തനിയൊരു ഉപഗ്രഹം, ഒരു രാജ്യം വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിൻ്റെ അതേ ഗുണഗണങ്ങളുള്ള അതേപോലത്തെ ഉള്ളൊരു ഉപഗ്രഹമാണ്. തന്ത്രപ്രധാനമായ ഉപഗ്രഹം കൂടിയാണ്. നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക്, പ്രതിരോധ വകുപ്പിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഉപഗ്രഹമാണ്. അത് ഒരു പക്ഷേ തിരിച്ചറിയാൻ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഉപഗ്രഹം എന്ന് വെച്ചപ്പോൾ അതിൻ്റെ അത്ര പ്രാധാന്യമേ ഒരുപക്ഷെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കാം ഒരുപക്ഷെ മലയാളികൾക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ദൃഷ്ടി ഉപഗ്രഹത്തിന്റെ. ചില മാധ്യമങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. അത് ബാംഗ്ലൂർ ബേസ്ഡ് ആണല്ലോ. ബാംഗ്ലൂരിൽ നമ്മൾ ഒരുപാട് മലയാളി ടാലന്റുകളുണ്ട്. അതാണ് ഇപ്പോൾ ഈ ISRO പലപ്പോഴും ISROയുടെ വിക്ഷേപണങ്ങൾ, അതിൻ്റെ റോക്കറ്റിൻ്റെ ആകട്ടെ ഉപഗ്രഹങ്ങളുടെ ആകട്ടെ, ഇതിൻ്റെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് സ്വകാര്യ ഏജൻസികളാണ്. പക്ഷേ ആ സ്വകാര്യ ഏജൻസികൾ ഇവരുടെ വെറും പാവകളാണ്. കാരണം ഇവർ വരച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടാലൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ISROയ്ക്ക് പുറത്ത് ഇന്ത്യക്കകത്ത് ധാരാളം ടാലൻ്റ് ഉണ്ട്. അത് ISRO ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്തരം സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ബഹിരാകാശ സാന്നിധ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന സംരംഭങ്ങളായിരിക്കണം. അപ്പോൾ ഒരുപക്ഷെ രഹസ്യമായി ഇത് ചെയ്യേണ്ടി ഉള്ള ഒരു ആവശ്യവും കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നിരിക്കണം. കാരണം മറ്റു രണ്ടെണ്ണം പരാജയപ്പെട്ട സ്ഥിതിക്ക് ആരാണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഒരു സാധനം മുകളിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനമായതുകൊണ്ടായിരിക്കണം ഇത് അതീവ രഹസ്യമായ ഒരു ഭാഗത്തു കൂടി നടന്നത്. പക്ഷേ എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കലാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൻ്റെ ഉദ്ദേശമെന്ന് വ്യക്തമാണ്. ഏതായാലും നമുക്കറിയാം നമ്മുടെ പ്രതിരോധ രംഗം അത് ഓരോ തവണയും വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇറക്കുമതിയൊക്കെ കുറച്ച് തദ്ദേശീയമായിട്ടുള്ള ആത്മനിർഭർ ഭാരത്, അതിൻ്റെ കീഴിൽ നമ്മൾ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള പല വസ്തുക്കളും പല ഉപകരണങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതും. ഇപ്പോൾ ഈ പ്രതിരോധ മേഖലയിലാണെങ്കിൽ കൂടി ഇന്ത്യ വളരെ വലിയ വളർച്ച തന്നെയാണ് പറയുന്നത്. പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചൈന, റഷ്യ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള വലിയ വലിയ രാജ്യങ്ങളോടാണ് ഇപ്പോൾ നമ്മളും അതിനടുത്താണ്, തൊട്ടടുത്ത് എത്തി അവരോടൊപ്പം തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതും എന്താ പറയുക, നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ഏതായാലും ഈ പ്രതിരോധ മേഖല അത് വളരുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൽ ശക്തി ഒന്നും കൂടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദൃഷ്ടി ഉപഗ്രഹം അത് വളരെ വിജയകരമായിട്ട് വിക്ഷേപിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്രയൊരു കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ രാജ്യം സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഭരണാധികാരികളുടെ അവരുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഈ ദൃഷ്ടിനെ കുറിച്ച് ഇത്ര തന്നെയുള്ളൂ എന്ന് തോന്നുന്നില്ല. ഇനി കൂടുതൽ വലിയ രീതിയിൽ വലിയ വിശദാംശങ്ങൾ പിന്നീട് വന്നിട്ടില്ല. അത്തരം വിശദാംശങ്ങൾ ഒരുപക്ഷെ ദൃഷ്ടി എന്താണ്, ദൃഷ്ടി ഇനി എങ്ങനെയായിരിക്കും അതൊന്നും ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യതയില്ല. ഇപ്പോൾ അന്വേഷയെക്കുറിച്ചായാലും അതിന് മുമ്പ് പോയ ഭൗമ ഉപഗ്രഹത്തെക്കുറിച്ചായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും പുറത്തു വരില്ല. അതങ്ങനത്തെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതുപോലെ തന്നെ അതിന് മുമ്പ് നടന്ന സർജിക്കൽ സ്ട്രൈക്കുകളിലുമൊക്കെ ഈ ഉപഗ്രഹങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ വലിയ സർവൈലൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സുരക്ഷയാണ്. നമുക്ക് ഈ 2014 മുമ്പൊക്കെ നിരന്തരം നമ്മുടെ നഗരങ്ങളിലൊക്കെ ബോംബ് സ്ഫോടനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ
സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ തീവ്രവാദി സംഘങ്ങൾ പിടിയിലാവുകയാണ്. അപ്പോൾ ഇത് ഈ സർവൈലൻസിൽ നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ ഒരു സുരക്ഷാ നയത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും സ്ഥലങ്ങളും എല്ലാം ഇടയൊക്കെ നിരീക്ഷണം അല്ലെങ്കിൽ സുരക്ഷാ ഉപഗ്രഹങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ചൈനയോട് പാകിസ്ഥാൻ പലതവണ ഉപഗ്രഹ വിഷ്വൽസ് ചോദിച്ചു അത്രേ. അപ്പോൾ ചൈന അത് കൊടുത്തില്ല. പക്ഷേ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ അതിനു മുമ്പ് ഈ ഉറി ആക്രമണമൊക്കെ നടക്കുന്നതിന് മുമ്പ് ചൈന പാകിസ്ഥാന് ഇതിൻ്റെ സാറ്റലൈറ്റ് ഇമേജുകൾ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ചൈന സാറ്റലൈറ്റ് വിഷ്വൽസ് പാകിസ്ഥാന് കൊടുത്തിരുന്നു. പക്ഷേ അവിടെയാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കത് ഉണ്ട്, പക്ഷേ അത് പാകിസ്ഥാൻ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ സൈനിക നീക്കങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ചൈന രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് വരുമ്പോൾ പാകിസ്ഥാന് ഈ വിഷ്വൽസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുമ്പാണ് ഇന്ത്യയുടെ തന്നെ ഒരു ഉപഗ്രഹത്തെ റോക്കറ്റ് ഉപയോഗിച്ച് അടിച്ച് താഴെയിട്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി വരുന്ന ഉപഗ്രഹങ്ങളെയും ഞങ്ങൾ അടിക്കുമെന്നൊരു സൂചന എന്നൊരു സന്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യക്ക് മുകളിലൂടെ പോയി ഈ ചിത്രങ്ങൾ പകർത്തി നൽകാൻ ചൈന തയ്യാറായില്ല. അപ്പോൾ ബഹിരാകാശ രംഗത്ത് അത്തരത്തിലുള്ള വെല്ലുവിളികൾ വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ 2 ഉപഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് വലിയ നഷ്ടമാണ്. മാത്രമല്ല ഈ കാർഗിൽ യുദ്ധം നടക്കുന്ന ആ സമയത്താണ് ഇന്ത്യ ഈ GPS വിവരങ്ങൾ അമേരിക്കയോട് തേടുന്നത്, ഈ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ തുരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി. കാരണം ഇവർ ഈ ഹൈറ്റ്സിലാണല്ലോ, അപ്പോൾ അവരുടെ സ്ട്രെങ്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ GPS വിവരങ്ങൾ അമേരിക്ക ഷെയർ ചെയ്യാൻ ആ സമയത്ത് തയ്യാറായില്ല. കാരണം അമേരിക്ക പാകിസ്ഥാനോടൊപ്പമായിരുന്നു. ആ സമയത്താണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വേണം എന്ന് പറഞ്ഞാൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം വിക്ഷേപിക്കേണ്ടതുണ്ട്. ഒരു 6-7 ഉപഗ്രഹങ്ങൾ അതിന് അത്യാവശ്യമായി വേണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു IRNS നമ്മുടേതായ ഒരു നാവിക് എന്ന് പേരിട്ടുകൊണ്ട് ഒരു പദ്ധതി, സ്പേസ് പദ്ധതി ആസൂത്രണം ചെയ്തു. ഈ നാവിക് പദ്ധതിയിലെ പല ഉപഗ്രഹങ്ങളും ഇപ്പോൾ ഫെയിലിയറായി കഴിഞ്ഞു. അപ്പോൾ അതും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് കനത്ത തിരിച്ചടിയേറ്റ് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരേ ഒരു ഏജൻസിയെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ ആ ശത്രു ഈ ഏജൻസിയെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഈ ഏജൻസിയിലൂടെ മാത്രമേ നമ്മൾ അയക്കൂ എന്ന് കണ്ടാൽ ഈ ഏജൻസിയെ ശത്രുക്കൾ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് വന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സ്വകാര്യ സംരംഭം പരീക്ഷിച്ചത്. ഇനി സ്പേസ് എക്സ് പോലെ ഒരുപക്ഷെ ഇന്ത്യയിലും സ്വകാര്യ സ്പേസ് കമ്പനികൾ ഉയർന്നു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് ദൃഷ്ടിയെ കാണണം. അത് തീർച്ചയായും രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം. ഏതായാലും ഈ ആഗോളതലത്തിൽ ഇന്ത്യ ഒരു വലിയൊരു പ്രതിരോധ ശക്തിയായി മാറുകയാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ദൃഷ്ടി എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം എന്ന് നമുക്ക് പറയാം. നമസ്കാരം.